ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജീവിതം പൊതുവെ സന്തോഷകരമായി തീരുന്നതാണ്. കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ 2025 മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾക്ക് സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നും വരില്ല. സുഹൃത്തുക്കളോട് ചില അകാരണമായിട്ടുള്ളൊരു ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്ന സമയമല്ല. നമ്മൾ ജോലി ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ ലാഭമൊന്നും ഉണ്ടാകുകയില്ല. മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഒരു ഏകാന്തതയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ സമയമല്ല. നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ദമ്പതി ഭാവം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ വിവാഹബന്ധം ശോഭനമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ദമ്പതി ഭാവം ഗുണകരമല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പോകുന്നവരായിക്കോട്ടെ, അല്ലാതെ ജീവിതം നയിക്കുന്നവരായിക്കോട്ടെ ഒക്കെ ദമ്പതി ഭാവത്തിൽ മോശമായൊരു ഭാവമാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. നിങ്ങൾ നാൽക്കാലികളിൽ നിന്നും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ കന്നുകാലി ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ നഷ്ടം ഉണ്ടാകുന്നൊരു സമയമാണ്. ചില കന്നുകാലികൾക്കൊക്കെ ബാധ ഉണ്ടാകാനുള്ള സമയമാണ്. അതുകൊണ്ട് പാലും പാലുൽപ്പന്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നഷ്ടമുണ്ടാകും. ചില സാംക്രമിക രോഗങ്ങളൊക്കെ കന്നുകാലികൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ സേഫ്റ്റി പ്രിക്കോഷൻ ചെയ്യുക. ഫ്യൂമിലിയേഷനൊക്കെ കാറ്റൽ ഷെഡിൽ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അണുനശീകരണ പ്രവർത്തനങ്ങളൊക്കെ, ഫ്യൂമിലിയേഷൻ അറിയാവുന്നവർക്ക് അണുനശീകരണ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് രോഗങ്ങൾ ദീർഘനാളായിട്ട് രോഗശൈലിയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ രോഗങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ഉദ്യോഗം ഉള്ള സമയമാണ്. സന്താനഭാവം ഒക്കെ ഗുണകരമാണ്. ഉദ്യോഗം ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നിങ്ങൾക്ക് നനച്ചിരിക്കാത്ത സമയത്ത് ധനയോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. വാചാലതയിലൂടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പോലും സ്വാധീന വലയത്തിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. എന്നാൽ ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട സാഹചര്യവും കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധം ഗുണപരമായിട്ട് കാണുന്നില്ല. എന്നാൽ ശത്രുക്കളെ പോലും സ്വാധീന വലയത്തിലാക്കാനുള്ളൊരു വാചാലത അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള സംസാരമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ ഭാവം അത്ര ഗുണകരമല്ല. മാതാവിൻ്റെ രോഗചിന്തകളൊക്കെ അല്ലെങ്കിൽ നിലവിൽ ഉള്ള രോഗം മൂർച്ഛിച്ചിട്ട് ആ രോഗചിന്തകളൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഊഹക്കച്ചവടമൊക്കെ നഷ്ടത്തിലേക്ക് വരുത്തുന്നതാണ്. അതുകൊണ്ട് ഊഹാപോഹങ്ങളിലൂടെ കച്ചവടം നടത്തുന്നവർ, ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ചില പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ബൾക്ക് വെച്ചിട്ട് വില കൂടുമ്പോൾ കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്നവരൊക്കെ, മോഹവില വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന യാതൊന്നും ഈ സമയങ്ങളിൽ ചെയ്ത്, പുരുഷന്മാരാണെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ ശ്രമിക്കുക. തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുക. ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയമാണ്. ആവശ്യത്തിലധികം ദൂരയാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്ന ചില അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ നിങ്ങൾ കഴിയുന്നതും ആർക്കും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന സമയം, ഒരു ടേണിംഗ് പോയിൻ്റൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. അപ്പോൾ ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒപ്പം
ദോഷകരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ ദോഷകരമായിട്ടുള്ള പലതും കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ ദോഷകരമായിട്ട് പലതും കാണുന്നുണ്ട്. മാതാവിന് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണുന്നു. എന്നാൽ പുത്രൻ്റെ ഭാവം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. സന്താനഭാവം ഗുണകരമാണ്. അപ്പോൾ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുക. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഭഗവാന് തുളസിമാല കൊടുക്കുക, തൃക്കൈവെണ്ണ കൊടുക്കുക, പാല് കൊടുക്കുക. കഴിയാവുന്ന വെറും കൈയോടെ ചെല്ലാതിരിക്കുക. എന്തെങ്കിലും കൊടുക്കുക. ഒരു ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ട്, ഒരു കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ മറ്റു വീടുകളിൽ ചെല്ലില്ലേ, അപ്പോൾ കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുക. മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിക്കുക. പീതാംബരം കൊടുക്കുക ഒക്കെ ചെയ്യുന്നു. ഉടയാടയായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. പിന്നെ ദമ്പതി ഭാവത്തിലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ശനിയാഴ്ചയോ തിങ്കളാഴ്ച ഉത്തമമാണ്, ചെയ്യുന്നത് നല്ലതാണ്. ഭഗവാന് ജലധാര കൊടുക്കുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ വിഷ്ണു നാരായണി പൂജ നടത്തുക. ചില ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജ എന്ന് പറയും. അപ്പോൾ അത് ദമ്പതി ഭാവങ്ങൾക്ക് ഗുണകരമായിട്ട് ചെയ്യുന്നതാണ്. അതിൽ പിന്നെ ഗണപതി ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഐക്യസൂത്ര മന്ത്രാർച്ചന നടത്തുക. അത് രണ്ടുപേരുടെയും പേരിൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ രോഗശയ്യ മാറുന്നതിനായിട്ട് നിങ്ങൾ മാതാവിൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിലൊക്കെ മൃത്യുഞ്ജയ ഹോമം നടത്തുക. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ പാനകം വഴിപാടായിട്ട് കഴിക്കുക. ധന്വന്തരി ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിക്കുക. നരസിംഹാവതാര ക്ഷേത്രത്തിലൊക്കെ പാനകം വഴിപാട് നടത്തും. അവിടെയൊക്കെ ചെന്നതൊക്കെ കഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ഗുണകരമായിട്ട് മാറുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.